നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 197 ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പാർട്ട് 2 ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും സെയിം ആണ്, പക്ഷെ ചെയ്യുന്ന മെത്തേഡിന് വ്യത്യാസമുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻസിലെ നമ്പർ കണ്ടാൽ അറിയാം കുറച്ച് വലിയ നമ്പേഴ്സ് ആണ്, പക്ഷെ കുറച്ച് മുന്നേ നമ്മൾ ചെയ്തതിന്റെ നമ്പേഴ്സ് ഒക്കെ ചെറുതായിരുന്നു. ഓക്കെ, ഇവിടെ കണ്ടോ -6 പോലുള്ള ചെറിയ നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് 2 to 1 പോലുള്ള വലിയ വലിയ നമ്പേഴ്സിന്റെ കാര്യമാണ്. അപ്പോൾ അവിടെ ഇവിടെ മെത്തേഡിന് ചെറിയ വ്യത്യാസമുണ്ട്. എവിടെയാണ് ആ വ്യത്യാസം വരുത്തേണ്ടതെന്ന് ചെയ്യാൻ നേരം പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ കാണാത്തവർ സെക്കൻഡ് പാർട്ട് വീഡിയോയും കൂടെ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുന്നു. x² + 30x + 2 to 1 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ തുടക്കം മെത്തേഡ് സെയിം തന്നെയാണ്. അതായത് x + a × x + b = x² + 30x + 2 to 1. അതായത് ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. ഈ കിട്ടുന്ന സാധനം എന്ത് തന്നെ ആയിരിക്കണം? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഈ സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക് നമ്മുടെ മെത്തേഡിലോട്ടൊന്ന് കൊണ്ടുവരാം. അതായത് x² + a + b x + ab ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ കിടക്കുക. അപ്പം x² + 30x + 2 to 1. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു ഇക്വേഷനും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ഈ പറയുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് a + b. അതായത് ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ +30. ഓക്കെ, അതുപോലെ തന്നെ ഈ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 to 1 ആയിരിക്കും. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. അപ്പം a + b = 30 ആയിരിക്കും. അതേപോലെ തന്നെ എ ബി = 2 to 1 ആയിരിക്കും. അപ്പം പാർട്ട് 2 നമ്മൾ ഇട്ട വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ ഇത്രയും സ്റ്റെപ്പുകൾ സെയിം ആണ്. പാർട്ട് 2 നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിനെ നമ്മൾ നമ്മുടെ അസംഷൻ വെച്ചിട്ട് നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ 2 to 1 പോലുള്ള വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ നമ്മൾ അതിന് വേറൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർമുല അറിഞ്ഞിരിക്കണം. ഫോർമുല വേറെ ഒന്നുമല്ല, a - b² = a + b² - 4ab. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ കൂടെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിന് എങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കണ്ടുവെച്ചതിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ a + b = 30 എന്നുണ്ട്. അപ്പോൾ a + b² എന്തായിരിക്കും? 30². ഈ മൈനസ് അതുപോലെ തന്നെ ഇടുന്നു, 4 അതുപോലെ തന്നെ കൊടുക്കുന്നു, ഇൻറ്റു എ ബിയുടെ വാല്യൂ എത്ര? 2 to 1. ഓക്കെ, 2 to 1. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഈക്വൽ 13² എത്ര ആയിരിക്കും? 3യുടെ സ്ക്വയർ 9 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 കൂടെ ആഡ് ആയി വരും. -4 × 2 to 1 അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 884 എന്ന് പറയുന്ന ഒരു ആൻസർ എനിക്ക് കിട്ടും. ഇനി 900 - 884 ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ എത്ര കിട്ടാൻ പോകുന്നത്? 16 എന്ന് പറഞ്ഞ ഒരു ആൻസർ കിട്ടും. എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന ആൻസർ എന്താണ്? a - b² ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ കണ്ടുവെച്ചേക്കുന്നത് a - b² ആണ്. നമുക്ക് വേണ്ടത് a - b² അല്ല, a - b ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്ക്വയർ ഇപ്പുറയിലോട്ട് പോകുമ്പോൾ എന്താവും? അത് റൂട്ട് ആവും. √16 കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കറിയാം √16ന്റെ വാല്യൂ 4 ആണ്. പക്ഷെ അത് +4 ആണോ -4 ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സോ നമ്മുടെ ആൻസർ നമ്മൾ +or -4 എന്ന് പറഞ്ഞ് നമ്മൾ അസംഷൻ ചെയ്യും. ഓക്കെ, അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 2 ആൻസർ കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ a - b = +4 ആവാം, അല്ലെങ്കിൽ a - b = -4 ആകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ ഇപ്പം കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഇനി നമ്മുടെ ആൻസറിനെ കണ്ടുപിടിക്കാനായി നോക്കും. ഓക്കെ, നമുക്കിനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ എൻ്റെ ഇരിക്കുന്ന ആൻസേഴ്സ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നു. അതായത് a + b = 30 എന്ന് പറയുന്നൊരു വാല്യൂ എൻ്റെ ഉണ്ട്. a + b = 30. അതുപോലെ തന്നെ കുറച്ച് പിന്നെ പറഞ്ഞ a - b = 4 എന്ന് പറയുന്നതും, പിന്നെ a - b = -4 എന്ന് പറയുന്ന ഈ ഒരു 3 വാല്യൂ ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ 2 വാല്യൂസിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം a + b = 30 എന്നും a - b =
4 എന്നും പറഞ്ഞ് ചെയ്യുന്നു. ഇതിനെ ഞാൻ എന്തെടുക്കുന്നു, സിംപ്ലി ഇതിനെ ഒന്ന് മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എയും എയും കൂടെ മൈനസ് ആയിട്ട് 0 ആകും. അതുപോലെ പ്ലസ് ബി മൈനസ് മൈനസ് ബി, ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയിട്ട് ബി പ്ലസ് ബി എന്താവും 2b എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, 2b എന്ന് കിട്ടും. ഈക്വൽ 13 മൈനസ് 4 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 26 എന്നും കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് ബിയുടെ ആൻസർ കിട്ടും, ബി ഇസിക്കൽ ടു 26 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതായത് 13. എനിക്കിപ്പം ബിയുടെ ആൻസർ കിട്ടി, എനിക്കിനി കണ്ടുപിടിക്കേണ്ടത് എയുടെ ആൻസർ. സോ ഞാൻ എയുടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുന്നു. ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പം എ പ്ലസ് ബി ഇസിക്കൽ ടു 30 എന്ന് പറയുന്ന ഇക്വേഷൻ ഇതിലേക്ക് ഞാൻ ബിയുടെ ആൻസർ കൊടുക്കാൻ പോകുന്നു. അപ്പം എ പ്ലസ് 13 ഈക്വൽ 30 എന്ന് കിട്ടും. അപ്പോൾ എ ഇസിക്കൽ ടു 30 മൈനസ് 13 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, എനിക്ക് 17 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇപ്പം എനിക്ക് എയുടെയും ബിയുടെയും സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ആദ്യത്തെ കേസിൽ എനിക്ക് കിട്ടിയ ആൻസർ നോക്കാം. എ ഇസിക്കൽ ടു 17ഉം ബി ഇസിക്കൽ ടു 13ഉം ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസും കൂടെ ഈ സെയിം മെത്തേഡ് തന്നെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഞാൻ അടുത്ത രണ്ട് ഇക്വേഷൻസ് എടുക്കാൻ പോകുന്നു. അതായത് എ പ്ലസ് ബി ഈക്വൽ 13ഉം അടുത്ത ഞാൻ എടുക്കുന്നത് എ മൈനസ് ബി ഇസിക്കൽ ടു -4 ആണ്. ഓക്കെ, എ മൈനസ് ബി ഇസിക്കൽ ടു -4. കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ ഞാൻ ഇതിനെ രണ്ടിനെ മൈനസ് ആക്കുന്നു. അപ്പോൾ എന്താ, എയും എയും ക്യാൻസൽ ആയി പോകുന്നു. ഇവിടെ 2b കിട്ടുന്നു. 30 മൈനസ് 4 എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നു. അപ്പോൾ 30 മൈനസ് -4 എന്ന് പറയുമ്പോൾ 30 മൈനസ് -4 എന്ന് പറയാം, മൈനസും മൈനസും പ്ലസ് ആയിട്ട് 30 പ്ലസ് 4 ഇസിക്കൽ ടു 34 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 34 എന്ന് കിട്ടി. അപ്പോൾ എൻ്റെ ബി ഇസിക്കൽ ടു 34 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അതിന് ആൻസർ 17 എന്ന് പറഞ്ഞ് എനിക്ക് ആൻസർ കിട്ടും. ഇനി എന്താ, കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ബിയുടെ ആൻസർ ഞാൻ ഇട്ട് കൊടുക്കുന്നു. അതായത് എ പ്ലസ് ബി ഇസിക്കൽ ടു 30, അതിലേക്ക് ബിയുടെ ആൻസർ ഇടുക. അപ്പോൾ എ പ്ലസ് 17 ഇസിക്കൽ ടു 30 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എ എന്തായിരിക്കും, 13 മൈനസ് 17 എന്ന് പറഞ്ഞു കിട്ടും. എനിക്ക് ആൻസർ ആയിട്ട് 13 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ കുറച്ച് മുന്നേ നമുക്ക് കിട്ടിയതിൻ്റെ ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. അതായത് ബി ഇസിക്കൽ ടു 17 എന്നും എ ഇസിക്കൽ ടു 13 എന്നും. കണ്ടോ, നമുക്ക് മുന്നേ കിട്ടിയ സെയിം ആൻസർ തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ ആൻസറിൻ്റെ വാല്യൂ 13ഉം 17ഉം ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണത്തിനും ഒരേ വാല്യൂ തന്നെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസേഴ്സ് 17ഉം 13ഉം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഫൈനൽ ആൻസർ റൈറ്റ് ചെയ്താൽ മാത്രം മതി. x² പ്ലസ് 13x പ്ലസ് 221 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് x പ്ലസ് 13 ഇൻറ്റു എക്സ് പ്ലസ് 17 ആയിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. ഇതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റിനും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഇതേപോലത്തെ ലൈവ് സെഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ആയാൽ മതി. ഉടൻ തന്നെ നമ്മുടെ ടീം നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും.